വിവാദ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ലൈംഗികമായി റേപ്പ് ചെയ്തു എന്ന് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഞെട്ടിത്തെറിച്ചു പോകുന്ന വാർത്തയാണ്. സാധാരണഗതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വരുന്നത് മർദ്ദിച്ചു എന്നൊക്കെയുള്ള, കൈക്കൂലി വാങ്ങിച്ചു എന്നൊക്കെ ആരോപണങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇവിടെ സുജിത് ദാസ് എന്ന പത്തനംതിട്ട SP നേരത്തെ മലപ്പുറം SP ആയിരുന്ന സമയത്ത് 2022 ആ സമയത്ത് പൊന്നാനി CI വിനോദിന്റെ അടുത്തൊരു പരാതിയുമായി ഒരു വീട്ടമ്മ ചെന്നു. അവര് പരാതി കൊടുത്തതിന് രസീത് തന്നില്ല. 40 വയസ്സുള്ള സ്ത്രീയാണ്, 2 മക്കളുണ്ട്, ഭർത്താവില്ല. അവര് ഒരു ആശ്രയത്തിന് പോയതാണ്. അവരുടെ വീടും സ്വത്തിനെ സംബന്ധിച്ചൊരു പരാതിയുമായിട്ട്. അതിനൊരു രസീത് കൊടുത്തില്ല. പെറ്റീഷൻ വാങ്ങിച്ചിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞു വിട്ടു. രാത്രി വിനോദ് സർക്കിൾ CI അവരുടെ വീട്ടിൽ ചെന്ന് അവരെ റേപ്പ് ചെയ്തെന്നാണ് പറയുന്നത്. അതൊരിക്കലും അവർ പ്രതീക്ഷിച്ചില്ല. വീട്ടമ്മ സാധുശ്രീയാണ്, അവരുടെ സംസാരം കേൾക്കുമ്പോൾ അറിയാം. അവരെ ബലമായിട്ട് റേപ്പ് ചെയ്തിട്ട് ആ CI പോയി. CIക്കെതിരെ പരാതിയുമായിട്ട് DYSP അടുത്ത് പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പം DYSP അവരുടെ വീട്ടിൽ വന്നു. രാത്രിയിൽ അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് അവരുടെ മകന് ആരോ അവിടെ വന്നു ചേർന്നത് കൊണ്ട് ആ വീട്ടമ്മ രക്ഷപ്പെട്ടു. DYSP അവിടെ നിന്ന് പോയി. DYSP റേപ്പ് ചെയ്തെന്ന് പറഞ്ഞില്ല, അറ്റംപ്റ്റ് ടു റേപ്പ് ആണ് പറയുന്നത്. DYSPക്കെതിരായിട്ടും CIക്കെതിരായിട്ട് പരാതിയുമായിട്ട് SP അടുത്ത് പോയി. സുജിത് ദാസ് അദ്ദേഹത്തിനെ പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ അടുത്തോ എവിടെയോ ഒരു വീട്ടിൽ വരാൻ പറഞ്ഞു. അവിടെ വെച്ച് 2 പ്രാവശ്യം സുജിത് ദാസ് SP അവരെ പീഡിപ്പിച്ചാ പറയുന്നത്. വളരെ ഷോക്കിങ്ങോട് കേരളം ഈ വാർത്ത കേൾക്കുന്നത്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിൽ ഇതുപോലുള്ള ആരോപണങ്ങൾ കേരളത്തെ ആദ്യമായിരിക്കും. പക്ഷെ ഇതൊരു സബ്സ്റ്റാൻഷ്യൽ ആരോപണമാണെന്ന് തോന്നുന്നു. കാരണം ആ വീട്ടമ്മ വേറെ ചില കാര്യം കൂടെ പറയുന്നുണ്ട്. SP 2 പ്രാവശ്യം പീഡിപ്പിച്ചു മറ്റൊരു വീട്ടിൽ വെച്ച്. SP-യുടെ സുഹൃത്തായ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ കാഴ്ചവെക്കാൻ SP ശ്രമിച്ചു. അവരത് കൈതട്ടി അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇത് റിപ്പോർട്ടർ ചാനലിൽ വന്ന വാർത്തയുടെ ഭാഗമാണ്. ഇത് കേരളത്തെ ഞെട്ടിക്കുന്നതാണ്. ഇത് തന്നെയാണ് അൻവർ മുഖ്യമന്ത്രിക്ക് കൊടുത്തതെന്ന് കരുതുന്നു. അൻവറിന് ഈ പരാതി ലഭിച്ചു. ഈ സ്ത്രീ പോയി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് അൻവറിന്റെ അടുത്ത് പരാതി പറഞ്ഞു. ഒരു കാര്യ പ്രസക്തനാണ്. അത് തന്നെയല്ലേ MLA ആണ് അവിടുത്തെ. ആരുടെ അടുത്താണ് പിന്നെ പറയുന്നത്? ഇത്ര ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ റേപ്പ് ചെയ്ത് ബലം പ്രയോഗിച്ച്. അത് CI റേപ്പ് ചെയ്തത് അതിനുശേഷം DYSPക്കും SP-ക്കും അവരെ കൈമാറി എന്നാണ് പറയുന്നത്. ഇത് കേരള പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇതുവരെ ഒരു ആരോപണം കേൾക്കുന്നത്. ഇത് വളരെ സീരിയസ് ആയിട്ട് പോലീസ് കൈകാര്യം ചെയ്യണം. മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് ഇത് കൈകാര്യം ചെയ്യണം. കാരണം അത് നിഷേധിച്ചുകൊണ്ടുള്ള വാർത്തകളൊക്കെ വരുന്നത്. അത് വന്നോട്ടെ. ഒരു സാധുവായ സ്ത്രീ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. അവരുടെ ജെന്യുവനായ ഒരു ആരോപണമായിട്ട് തന്നെ അവരുടെ സംസാരത്തിൽ നമുക്ക് തോന്നും. അവിടെ ഒരു സ്ഥലത്തൊരു ദൃക്സാക്ഷിയും കൂടെ ഉണ്ട്. ആ വീട്ടിലെ തന്നെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു സ്ത്രീ. അവര് ഇത് കണ്ടു. ആ ഒരു വിവരം കൂടെ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. DGPക്ക് ഇവര് പരാതി കൊടുത്തിരുന്നു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു. ഈ വ്യക്തിയുമായ സ്ത്രീ DGP സുജിത് ദാസിനെതിരായിട്ട് റിപ്പോർട്ട് കൊടുത്തു മുഖ്യമന്ത്രിക്ക്. ഈ കാര്യത്തെ പറ്റിയാണോ ഏത് കാര്യത്തെ പറ്റിയായാലും ശരി, സുജിത് ദാസിനെതിരായി റിപ്പോർട്ട് കൊടുത്ത് അദ്ദേഹം സസ്പെൻഷനായി. മലപ്പുറം SP ഈ ഒരു ഡിസ്ക്ലോഷറിന്റെ അടിസ്ഥാനത്തിൽ സോമോട്ടോ ആയിട്ട് കേസെടുക്കണം. അവിടുത്തെ ശശിധരൻ തീർച്ചയായിട്ടും ഇത് കേസെടുത്തേ പറ്റുള്ളൂ. അദ്ദേഹത്തിന് ദൂഷ്യം ഉണ്ടാവും. ഇത് ഓപ്പണായിട്ട് എല്ലാ ചാനലിലും വന്നു കഴിഞ്ഞിരിക്കുന്ന വാർത്ത. ആ സാധുശ്രീ അവിടുത്തെ CIയുടെ അടുത്തും DYSPയുടെ അടുത്തും SP-യുടെ അടുത്തും പരാതി പറഞ്ഞിട്ട് 2022 പരാതിയാണ്. ആ സമയത്താകുമ്പോൾ ഒരു റേപ്പാണിത്. അത് അൻവർ
MLA PV അൻവർ MLA അടുത്ത് കൺവേ ചെയ്തിരിക്കുന്നു. ഇവർ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ശരി, മലപ്പുറം SP ഇതൊരു സോമോട്ടോ ആയിട്ട് എടുക്കേണ്ട കേസാണ്. ഒരു കോഗ്നിസബിൾ ഒഫൻസ് ഡിസ്ക്ലോസ് ചെയ്തിരിക്കുന്നത് 376 കൂട്ടബലാത്സംഗത്തിന്റെ പരിധി വരുമോ ഇല്ലെന്ന് നോക്കേണ്ടിയിരിക്കുന്നു. വളരെ സീരിയസ് ആയ കേരളം ഞടുങ്ങുന്ന വാർത്ത തന്നെ. നമുക്കറിയാം, ഹേമ കമ്മീഷനിൽ ഇതുപോലെയുള്ള വാർത്തകൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആയിക്കോട്ടെ, എല്ലാവരും അവരുടേതായ ഡിഫൻസുകൾ പ്രകടിപ്പിച്ചോട്ടെ. ഒരു സ്ത്രീയും അതുപോലെ അനാവശ്യമായി അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്ത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വെളിയിൽ നിവൃത്തിയില്ലാതെയാണ് പറയുന്നത്. ഈ സ്ത്രീ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അവരെന്തിനാണ് അവിടെ പോയത് പോലീസ് സ്റ്റേഷനിൽ? ഇത് നമ്മൾ മനസ്സിലാക്കിക്കണം. പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും, പോലീസ് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ അടുത്ത് ആശ്രയത്തിന് വേണ്ടി വരുന്ന സ്ത്രീകളാണ്, അല്ലെങ്കിൽ പുരുഷന്മാരാണ്. അവർ നിവൃത്തിയില്ലാതെയാണ്, നാണം കെട്ടും മാനം പോയി ഒക്കെയാണ് പോലീസ് സ്റ്റേഷൻ വരുന്നതെന്നാണ് അവർ പറയുന്നത്. കാരണം പോലീസ് സ്റ്റേഷനിൽ അധികം അടുക്കാൻ കൊള്ളൂല എന്ന് തന്നെയാണ് സ്ത്രീകൾ കരുതുന്നത്. അതിന്റെ കാരണം ഇതാണ്. ഈ സ്ത്രീക്ക് ഇപ്പൊ അനുഭവപ്പെട്ടത് എന്താണ്? അവരെ ബലമായിട്ട് അവരെ വീട്ടിൽ ചെന്ന് റേപ്പ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് അത് കൈമാറി അവരെ പല DYSPക്ക് SP എന്നാണ് വാർത്തകൾ വരുന്നത്. അത് നിഷേധിച്ചുകൊണ്ട് സുജിത് ദാസിന്റെ പ്രസ്താവനയും കണ്ടു. അതിന് അവർക്ക് അവകാശമുണ്ട്. ഫോൾസായിട്ടൊരു ആരോപണം ആരുടെ പേരിൽ കൊണ്ടുവരുന്നത് ശരിയല്ല. പക്ഷെ ഒരു സ്ത്രീ, സാധു സ്ത്രീ, പരാതിയായിട്ട് വന്ന സ്ത്രീ തനിക്കുണ്ടായ അനുഭവം പറയുന്നു, നിവൃത്തിയില്ലാതെ പറയുന്നു. ഇത്രയും ദിവസം അവർ ഒളിച്ചു വെച്ചു, അഭിമാനോർത്ത്. ഇപ്പൊ അത് വെളിയിലോട്ട് വന്നിരിക്കുന്നു. ഇത് തന്നെയാണ് PV അൻവർ മുഖ്യമന്ത്രിയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ റേപ്പ് മാത്രമല്ല, അവരെ മരം മുറിച്ചത് മാത്രമല്ല, അവിടെ ജിഫ്രി എന്ന ആ ഒരു പയ്യന്റെ മരണം കസ്റ്റഡിയില്ലേ, ഡാൻസ് ആവു, കള്ളക്കടത്തിന്റെ സ്വർണ്ണക്കടത്തിന്റെ കേസും ഇതോടൊപ്പം വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഏതായാലും അടിയന്തരമായി DGP, അവിടുത്തെ പത്തനംതിട്ട SP ആയിരുന്ന സുജിത് ദാസിനും അവിടുത്തെ DYSP ബെന്നിക്കും അവിടുത്തെ CA വിനോദിനെതിരായി പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കണം. മലപ്പുറം SP സോമോട്ടോ ആയിട്ട് എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അത് അന്വേഷിക്കണം. വളരെ സീരിയസ് ആയ, കേരളം ഞെട്ടിയ ഒരു വാർത്ത തന്നെയാണ്. ഒരിക്കലും നമ്മൾ ആശ്രയിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് നിന്ന് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടാകരുത്. അവർക്ക് പരാതിക്ക് രസീത് കൊടുത്തില്ല. ഏതായാലും സുപ്രീം കോടതി, ഹൈക്കോടതിയൊക്കെ വളരെ ഡയറക്ഷൻസ് അടുത്ത കാലത്ത് വന്നു. അത് പോലീസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കണം. എന്ത് സാധനം നിങ്ങളുടെ അടുത്ത് പരാതിയായിട്ട് എങ്ങനെ വന്നാലും ശരി, അതിന് രസീത് കൊടുത്തിരിക്കണം. കാരണം ഇവർ പരാതി കൊടുത്തിട്ട് രസീത് കൊടുത്തിട്ടില്ല. അതുതല്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായോ ഏതെങ്കിലും വിധത്തിൽ അവരുടെ വീട്ടിൽ നിന്ന് ഒരു സാധനം എടുത്തുകൊണ്ട് പോയാൽ അതിന് രസീത് കൊടുക്കണമെന്ന് ഇപ്പോൾ ഡയറക്ഷൻ വന്നിട്ടുണ്ട്. അതനുസരിക്കാൻ തൊണ്ടിയായിട്ട് എടുത്തുകൊണ്ട് പോയാലും ശരി, വാഹനം എടുത്തുകൊണ്ട് പോയാലും ശരി, വീട്ടിൽ നിന്ന് ഒരു കമ്പ് എടുത്തുകൊണ്ട് പോയാലും ശരി, ആ ഇന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തുകൊണ്ട് പോയി എന്ന് ഒരു വാർത്ത അല്ലെങ്കിൽ എന്ന് ഒരു രസീത് അവർക്ക് കൊടുത്തിരിക്കണം എന്ന് പറയുന്നു. നമ്മുടെ വീട് സെർച്ച് ചെയ്യുമ്പം വീട്ടിൻ്റെ ഉടമസ്ഥരെ സാക്ഷി നിർത്തി സാക്ഷികളെയും 1-2 സാക്ഷികളെയും വെച്ച് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് പോലീസ് കൊണ്ടുപോകുന്നതിന് രസീത് കൊടുക്കും. അതിനകത്ത് ഇന്ന സാധനം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് സാക്ഷികളെ കൊണ്ട് ഒപ്പിടിയിക്കും. ഇത് മകസർ എഴുതിയോ അല്ലാതെയോ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു തുണി എന്തു കൊണ്ടുപോയാലും അതിന് രസീത് കൊടുത്തിരിക്കണം എന്ന് ഡയറക്ഷൻ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് മലപ്പുറത്ത് ഈ രസീത് കൊടുത്തില്ല? അതിന് നടപടി ഉണ്ടാവും. ഏറ്റവും വലിയ ഷോക്കിംഗ് ആയി പോയത് അവിടുത്തെ ഒരു ASI സൂയിസൈഡ് ചെയ്തു. ആ ASI സൂയിസൈഡ് ചെയ്യാൻ കാരണം അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറഞ്ഞിരിക്കുന്നു, സുജിത് ദാസിന്റെ പീഡനം. അതുകൊണ്ടാണ് അദ്ദേഹം സൂയിസൈഡ് ചെയ്തത്. പോലീസിൽ ഇപ്പോൾ ഒരു ഭാഷനുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥര് ഗുണ്ടകളെയൊക്കെ പിടിക്കാൻ പോകുമ്പം മറ്റു ഗുണ്ടകളുടെ സഹായം തേടി അവരെയും കൊണ്ട് പോയി പിടിപ്പിക്കുകയും ആ ഗുണ്ടയെ പോലീസ് ഉദ്യോഗസ്ഥരും ആ പിടിക്കാൻ സഹായിച്ച ഗുണ്ടകളോട് മർദ്ദിക്കുന്ന ഒരു സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കേരള പോലീസിന് നല്ലതല്ല, പോലീസ് ഉദ്യോഗസ്ഥർക്ക് നല്ലതല്ല. നിങ്ങൾ കുഴഞ്ഞു വീഴും, നിങ്ങൾ അകത്തോട്ട് പോകും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഈ കാര്യത്തിൽ. പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് പരാതി കിട്ടിയാലും ശരി, അതിന് നിങ്ങൾ FIR എടുത്തില്ലെങ്കിലും ശരി, ഒരു രസീത് അടിയന്തരമായിട്ട് കൊടുക്കണം. ആ രസീത്
കൊടുത്തോന്ന് വിചാരിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്കോ പോലീസുകാർക്കോ യാതൊരു ക്ഷീണമോ ഒരു ഡിപ്പാർട്ട്മെന്റ് എൻക്വയറിയോ ഉണ്ടാവില്ല. ചിലപ്പോൾ അതിനകത്ത് ചിലപ്പോൾ കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ടാവും, കേസെടുക്കത്തക്ക രീതിയിലുള്ള. അതുകൊണ്ടാണ് രസീത് കൊടുക്കാൻ മടിക്കുന്നത്. അതൊന്നും പ്രിലിമിനറി എൻക്വയറി നടത്താനുള്ള അവകാശം പോലീസിന് നിലനിൽക്കുന്നിടത്തോളം കാലം രസീത് കൊടുക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. ചിലപ്പോൾ അതിനകത്തൊരു കൊലപാതകമായിരിക്കും പറയുന്നത്, പക്ഷെ രസീത് കൊടുക്കണം. 1-2 ദിവസത്തിനകം നിങ്ങളത് പരിശോധിച്ചിട്ട് അതിനകത്ത് കോഗ്നിസബിൾ എടുക്കേണ്ടതാണ് എന്ന് തോന്നിയാൽ കേസെടുക്കാമല്ലോ. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കണം, എന്ത് സാധനം പോയാൽ അവിടുന്ന് പോലീസ് കൊണ്ടുപോയാലും പോലീസ് ഉദ്യോഗസ്ഥർ രസീത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇപ്പം തന്നെ ASIയുടെ മരണത്തിന് ശേഷം അദ്ദേഹം സൂയിസൈഡ് ചെയ്തപ്പം ഒരു സൂയിസൈഡ് നോട്ട് അദ്ദേഹം എഴുതി വച്ചിരുന്നു. ആ 2-3 പേജ് കീറിക്കൊണ്ട് പോലീസ് പോയി. കാരണം അതിനകത്ത് SP-ക്കെതിരായിട്ടുള്ള നോട്ടുണ്ടാവും. അത് കീറിക്കൊണ്ട് പോയി എന്ന് ആ മരണപ്പെട്ട ASIയുടെ സുഹൃത്ത് ഇന്നലെ വെളിവാക്കി. എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്? കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അനുസരിക്കാനും പ്രവർത്തിക്കാനും എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള പോലീസ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ പഠിപ്പിച്ചു വിട്ടാണ് ഇവരെ ഫീൽഡിലോട്ട് ഇറക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല, അറിയുന്നില്ല. പോലീസ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് 4 ഓളി ഇവരെ പഠിപ്പിക്കുന്നുണ്ടോ എന്നും എനിക്ക് സംശയമാണ്. കാരണം ഇപ്പോൾ 10-15 വർഷമായിട്ട് കേരളത്തിലെ ഗുണ്ടകൾ ചെയ്യുന്ന പ്രവൃത്തികളെ പോലെ തന്നെ ചില പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നുണ്ട്. അത് വളരെ ചുരുക്കം ചില ആൾക്കാരാണ്. ഇതുപോലെ സ്വാധീനമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ ചെയ്യുന്നത് മുഴുവൻ. എനിക്ക് മനസ്സിലാകുന്നില്ല അവരെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെറിയ മോണിറ്ററി ബെനിഫിറ്റ് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ സത്യവും നീതിയുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്തിനാണ് അതിക്രമം കാണിക്കുന്നത്? എന്തിനാണ് ക്രമം വിട്ട് പെരുമാറുന്നത്? എന്തിനാണ് മേലുദ്യോഗസ്ഥരെ സുഖിപ്പിക്കുന്നത്? അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കണം, ഇത് വളരെ സീരിയസ് ആയ ഒരു ആരോപണമാണ്. കേരളം കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു ആരോപണമാണ്. അതുകൊണ്ട് മലപ്പുറം SP ശശിധരൻ ഇതിന് കേസ് രജിസ്റ്റർ ചെയ്യണം, ഇതിന് സോമോട്ടോ ആയിട്ട് കേസ് ചെയ്യണം, അല്ലെങ്കിൽ DGP ഇൻസ്ട്രക്ഷൻ അങ്ങോട്ട് കൊടുക്കണം.